ആദ്യം ഹാക്ക് ചെയ്തപ്പോൾ എനിക്ക് സന്തോഷമായി. പിന്നെ ഇവ രണ്ടാമതും ചെയ്തു. അത് പോട്ടേന്ന് വെച്ചു. നീ കളിക്കുന്നത് ഒരു കമ്പനിയോട് കേട്ടാ. ഈ പരിപാടി നീ വിളിച്ച് നിർത്തിക്കോ, ഇല്ലെങ്കിലേ നമ്മൾ രണ്ടുപേരും ജയിലാവും. പേടിക്കാനൊന്നുമില്ല. അതിനവർക്ക് എന്റെ ലൊക്കേഷൻ കിട്ടണം. അത് കിട്ടാതിരിക്കാനുള്ള വഴിയൊക്കെ എൻ്റെ ഉണ്ട്. സിമി കമ്പനിയുടെ ചരിത്രത്തിൽ ഇങ്ങനെയൊരു സംഭവം ആദ്യമായിട്ടാണ്. സാറേ, എല്ലാ ബ്രാഞ്ചിലും സോഫ്റ്റ്വെയർ പ്രശ്നമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നുള്ളൂ. സോഫ്റ്റ്വെയർ കംപ്ലൈന്റ് ആണ്. ശരിയാക്കിയിട്ടേ ബ്രാഞ്ച് വർക്ക് ചെയ്യുള്ളൂ. എടാ, നീ ബ്രാഞ്ച് പൂട്ടിച്ച ജപ്പാനിൽ ആരോണ്? ഇനി നമ്മുടെ യോനാന്റെ മോളുടെ ഭർത്താവ് ജപ്പാനിലല്ലേ? ഹാക്കിങ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ സാർ. അല്ലടാ, ഹാക്കറോട് നിന്നെ കത്തെഴുതി അറിയിച്ചിട്ട് ഹാക്ക് ചെയ്യാൻ വരാൻ പറയാം. പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ എനിക്കതിൽ വലിയ വിശ്വാസമൊന്നുമില്ല. അത്രയ്ക്ക് പഠിച്ച കള്ളനാവൻ. ഒരാഴ്ചക്കുള്ളിൽ അവനാരെന്ന് നമ്മളും നമ്മളാരെന്ന് അവനും അറിയും. റോയൽ പ്രിയാണ് തൊടാൻ തോന്നിയ ചീത്ത സമയം ആലോചിച്ച് അവനെ എണ്ണിപ്പെറുക്കി കരയും. എന്തായാലും ഉപ്പാവന്മാരൊന്ന് കുലുങ്ങിയിട്ടുണ്ട്. നിന്റെ കോൺഫിഡൻസ് കാണുമ്പോ എനിക്ക് പേടിയാവുന്നു. എടാ, നീ ഈ സാധനം കൊണ്ട് ഇവിടെ എന്താ ചെയ്യണത്? എന്തായാലും അവൻ ഇന്ത്യക്കുള്ളിൽ തന്നെയുള്ള ആളാണെന്ന് ഉറപ്പാണ്. കാരണം അവൻ ഈ ഹാക്ക് ചെയ്തിരിക്കുന്ന സമയത്ത് യൂസ് ചെയ്തിരിക്കുന്ന പേര് കാതലൻ എന്നാണ്. എന്തേ നെറ്റില്ലേ? എന്തായാലും നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് കളിക്കുന്ന കളിയാണെന്ന് ഉറപ്പായി. ഈ കമ്പ്യൂട്ടർ എല്ലാം കൂടെ എടുത്ത് വല്ല കിണറ്റിലും കൊണ്ടുവരും. ഇത്രയും കാലം വഴി കൂടെ പോണവര് വരെ എന്റെ തലക്ക് തോട്ടിട്ട് പോവായിരുന്നു. ആദ്യമായിട്ടാണ് ഈ ചേട്ടാ ഞാനൊരാൾക്ക് തിരിച്ചൊരു പണി കൊടുക്കാം. കാതലൻ നിവന്മാരായിരിക്കും റോയൽ പീരീഡൻ ഹാക്ക് ചെയ്തത്.